ഇപ്പം നമ്മൾ ഈ സ്പിരിച്വാലിറ്റിയിൽ കൂടുതൽ അടുക്കുന്ന എന്തിനാ മേ ബി പറഞ്ഞു കേട്ട അറിവാണ്. നമ്മുടെ സോളിനെ പ്യൂരിഫൈ ചെയ്യാനാണ്. വാട്ട് കർമ്മ യു ബ്രോട്ട് ഫ്രം എന്താ പറയുക പൂർവ്വജന്മസ്, സഞ്ചയ കർമ്മങ്ങളുണ്ട്. അപ്പോൾ യു ഡു സ്തോത്രങ്ങൾ അതെല്ലാം പറയാം, പ്രാർത്ഥിക്കാം, പള്ളിയിൽ പോവാം, എല്ലാം അമ്പലത്തിൽ പോവാം, ഡു ഗുഡ് തിങ്സ്. അപ്പോൾ കർമ്മിക് എല്ലാം ശുദ്ധമാവും. യുവർ സോൾ ഇസ് ഗോയിങ് ടു ബി ഭയങ്കര പ്യോർ ആവും. അതിനാണ് നമ്മളിങ്ങനെ വന്നത്, അതൊക്കെ പറയും. ദാറ്റ് ഇസ് ട്രൂ. അത് ഭക്തി മാർഗത്തിലൂടെ പോകേണ്ട ഒരു വ്യക്തിക്ക് ഇറ്റ് ഇസ് ട്രൂ. കർമ്മമാർഗത്തിൽ പോകേണ്ട ഒരാൾക്ക് അത് നമുക്ക് ബാധകമല്ല. അവർ NH-17 പോകുന്നു, നമ്മൾ NH-47 പോകുന്നു, രണ്ടും തമ്മിൽ ഒരു ബന്ധമില്ല. നമ്മൾ കർമ്മയോഗത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ നമ്മുടെ കർമ്മയിലൂടെ നമ്മൾ എൻജോയ് ചെയ്യുക എവറി മൊമെന്റ് ഓഫ് എവറിത്തിങ് ഐ എം ഡൂയിങ്, എവറി തോട്ട് ഐ എം തിങ്കിങ്. സോൾ പ്യൂരിഫിക്കേഷൻ ഉണ്ട്. ദാറ്റ് സോൾ പ്യൂരിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫൈനലി വി ആർ അവയർനെസ്. ബോധമുള്ള ഊർജമാണ് നമ്മൾ. ഊർജം മാത്രം എന്തോ ചെയ്തുകൊണ്ടിരിക്കുന്നു, ബോധം വേറെ എവിടെയോ ഇരിക്കുന്നെങ്കിൽ നമുക്ക് പ്യൂരിഫിക്കേഷൻ ഇല്ല. ദ പ്യൂരിറ്റി ഇൻ യുവർ ആക്ഷൻ ഇസ് വെൻ ബോധം ആൻഡ് ഊർജം ആർ ടുഗെദർ ഡൂയിങ് സംതിങ്. ആ ബോധമുള്ള ഊർജം വളരെ എൻജോയ് ചെയ്ത് എന്ത് ചെയ്താലും കോൺഷ്യസ് ആയിട്ട് ചെയ്യുമ്പോൾ, അവയർനെസ്സോടുകൂടെ ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ദ ഹയസ്റ്റ് സ്പിരിച്വാലിറ്റി ഈസ് പോസിബിൾ. മൈൻഡ്ഫുൾനെസ്, ദാറ്റ്സ് ഓൾ ദാറ്റ് ഈസ് സ്പിരിച്വാലിറ്റി. PhD എല്ലാം എടുത്തിട്ട് വന്നിരിക്കുക. അതിൻ്റെ ഇടയിൽ ആ ഒരു ഡിഗ്രി പാസ്സായ ഞാൻ ഇരിക്കുന്നത്. ബട്ട് സ്റ്റിൽ കേൾക്കാനും അറിവുകൾ നേടാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് ഐ ടോക്ക് വിത്ത് യു എ ലോട്ട്. ബട്ട് സ്റ്റിൽ പെൻഡിങ് എ ലോട്ട്. എനിക്ക് തോന്നുന്നത് ആൻ ചേച്ചിയുടെ ഏറ്റവും വലിയ ക്വാളിറ്റി ഈ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ലെവലിലേക്ക് സ്വയം കാണുക. യു ആർ ആക്ച്വലി എ വെരി വെൽ നോൺ, നന്നായിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരാള്. പക്ഷെ അതിനൊരിക്കലും ഞാൻ അങ്ങനെ വിചാരിക്കാൻ പോയ അഹങ്കാരമായി മാറുമോ? എനിക്ക് ഇഷ്ടമല്ലേ. അതിൻ്റെ ഇടയിൽ ഞാൻ എപ്പോഴും ഏട്ടനൊക്കെ എപ്പോഴും ന്യൂസ് കാണുമ്പോഴൊക്കെ ഇങ്ങനെ പറയും ഈ ഗഗൻ യാത്ര അങ്ങനെ കുറിച്ചൊക്കെ പറയും. മേ ബി കുറച്ചുകൂടെ അറിവുണ്ടാവും. അപ്പൊ അതിനെ കുറിച്ചൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരോ? നോർമൽ കാര്യങ്ങൾ പറഞ്ഞുതരാം, എനിക്കറിയാവുന്ന. നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായതില് ഇന്ത്യൻ ഓൺ സ്പേസ് മിഷൻ അനൗൺസ് ചെയ്തു. അപ്പോൾ ഇന്ത്യക്ക് ഇതുവരെ സ്വന്തമായിട്ടൊരു സ്പേസ് ക്രാഫ്റ്റും സ്പേസ് സ്റ്റേഷനും ബാക്കിയുള്ള ഇപ്പോൾ USA, റഷ്യ, ചൈന പോലെ ഇല്ല. നമ്മളിത് ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ ഈ ലോകത്ത് തന്നെ 4ാമത്തെ കൺട്രി ആയിരിക്കുള്ളൂ ടു ഹാവ് ഇറ്റ്സ് ഓൺ സ്പേസ് മിഷൻ ആൻഡ് സ്പേസ് ക്രാഫ്റ്റ്സ് ആൻഡ് സ്പേസ് സ്റ്റേഷൻ. അപ്പോൾ നമ്മൾ ഓരോ ഇപ്പോൾ US നിന്ന് പോകുന്ന സ്പേസിലേക്ക് പോകുന്നവരെ ആസ്ട്രോനോട്ട്സ് എന്ന് വിളിക്കും. USSR ആയിരുന്നപ്പോൾ പിന്നെ ഇപ്പോൾ നമ്മൾ റഷ്യ എന്ന് പറയുമ്പോൾ അവിടുത്തെ സ്പേസ് മിഷന് പോകുന്നവരെ കോസ്മോനോട്ട്സ് എന്നാണ് പറയുന്നത്. അതുപോലെ ടൈക്കനോട്ട്സ് എന്നാണെന്ന് തോന്നുന്നു ചൈനയിൽ നിന്നും പോകുന്നവർ പറയുന്നത്. അങ്ങനെ നമുക്കപ്പോൾ നമ്മുടെ ഓൺ മിഷന് പോകുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്വന്തം പേരിടാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഇടുന്ന പേര് ഗഗൻയാത്രി. അപ്പോൾ ഇന്ത്യ ആദ്യമായിട്ട് സെലക്ട് ചെയ്ത 4 ഗഗൻയാത്രികൾ ഇന്ത്യൻ എയർഫോഴ്സ് എന്നുള്ള ഫൈറ്റർ പൈലറ്റ്സ്, ഓൾ ഓഫ് ദം ആർ ഗ്രൂപ്പ് ക്യാപ്റ്റൻസ്, ആ റാങ്ക് എന്നുള്ളവരാണ് ഇപ്പോൾ. ആൻഡ് 5 വർഷമായിട്ട് നമ്മുടെ സ്വന്തം ഗഗൻയാത്രികളെ നമ്മൾ ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. സോ ഇവരെല്ലാവരും ടെസ്റ്റ് പൈലറ്റ്സ് ആണ് ഫ്രം ഇന്ത്യൻ എയർഫോഴ്സ്. അങ്ങനെ 4 പേരിൽ ഒരാളായ പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ ഇസ് മൈ ഹസ്ബൻഡ്. വെരി പ്രൗഡ്. Ali's Kitchen. Let's cook with love.